റോഡിന്റെ വീതി കൂടുന്തോറും യാത്രക്കാരന്റെ പോക്കറ്റും കീറും. എങ്കിലും പോട്ടെ, നന്നായി യാത്ര ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ അതും സാധിക്കുന്നില്ല. വിള്ളലും വീഴ്ചയും കാരണമുള്ള ആശങ്കകൾ ഒരു വശത്ത്, ടോളെന്ന പേരിൽ ചൂഷണം മറുവശത്ത്. പിരിച്ചാൽ മാത്രം പോരല്ലോ, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുകയും വേണ്ടേ? വ്യവസ്ഥകൾ പാലിക്കാതെയുള്ള ടോൾ പിരിവുകളോട് അധികൃതരുടെ മൃദു സമീപനം അവസാനിപ്പിച്ചേ മതിയാകൂ. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ 645 കിലോമീറ്റർ ദൂരം. 6 വരിയിൽ ദേശീയപാത 66 നിവർന്നു വരുമ്പോഴേക്കും 11 ടോൾ പ്ലാസകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാകും. കുമ്പള ആരിക്കാടിയിൽ ടോൾ പ്ലാസ തുറക്കാനുള്ള നീക്കമാണ് ഇന്ന് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രണ്ട് ടോൾ പ്ലാസകൾക്കിടയിൽ കുറഞ്ഞത് 60 കിലോമീറ്റർ ദൂരം വേണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ നേരത്തെയുള്ള തലപ്പാടി ടോളും ഇന്ന് തുറന്ന ആരിക്കാടി ടോളും തമ്മിൽ അകലം വെറും 22 കിലോമീറ്റർ. അന്യായമായി സ്ഥാപിക്കുന്ന ഈ ടോളിനെതിരെ ഞങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കോടതി വിധി വരുന്നതിന് മുമ്പാണ് ഇന്ന് വീണ്ടും ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദത്തോടു കൂടി ഈ ടോൾ പിരിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഈ നാട് ഒരു കാരണവശാലും ഈ ടോൾ ഇവിടെ തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹൈക്കോടതിയിൽ ഹർജിയുണ്ട്. പക്ഷേ കോടതി ഉത്തരവിനൊന്നും കാത്തു നിൽക്കാൻ പിരിവുകാർക്ക് ക്ഷമയില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തിനാണെങ്കിൽ പുല്ലുവില. സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയതോടെ ടോൾ പിരിവ് തുടങ്ങി. കാസർകോട്ടും കണ്ണൂരും ടോൾ കൊടുത്ത് കോഴിക്കോട്ടെത്തിയാൽ പന്തീരാങ്കാവിലുണ്ട് അടുത്ത ടോൾ പ്ലാസ. വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ പന്തീരാങ്കാവിലെ ടോൾ പ്ലാസയിൽ നാളെ പിരിവ് തുടങ്ങും. ഇവിടെയുമുണ്ട് ചൂഷണത്തിന്റെയും വ്യവസ്ഥാലംഘനത്തിന്റെയും പരാതിക്കെട്ടുകൾ. സർവീസ് റോഡുകളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും പണി പൂർത്തിയായ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്ന നിബന്ധന കരാർ കമ്പനി പാലിച്ചില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 3 പാലങ്ങൾ പൂർത്തിയാകാനുണ്ട്. സർവീസ് റോഡുകൾ മിക്കയിടത്തും അപൂർണമാണ്. നിർമ്മിച്ചയിടത്താകട്ടെ വീതി നന്നേ കുറവ്. കൂടുതൽ ഭൂമി ഏറ്റെടുത്താലേ സർവീസ് റോഡിന് വീതി കൂട്ടാനാകൂ എന്നാണ് ദേശീയപാത അധികൃതരുടെ വാദം. പണിക്കുള്ള തടസ്സമൊന്നും പിരിവിനെ ബാധിക്കുന്നില്ല. പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ റോഡ് വരുമ്പോൾ. കാരണം ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഒരു പന്തീരാങ്കാവ് ടൗണിലേക്കോ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ തന്നെ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത 6 വരി പാതയിൽ കാസർഗോഡ് തൃശൂർ ഭാഗത്ത് മാത്രം 40-ലധികം അപകട മേഖലകളുണ്ട്. സ്ഥിരമായി വാഹനാപകടമുണ്ടാകുന്ന സ്ഥലങ്ങൾ. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പലയിടത്തും അപകട കാരണമാകുന്നു എന്നാണ് കണ്ടെത്തൽ. എന്നാൽ എങ്ങനെ പരിഹരിക്കുമെന്ന് അധികൃതർക്ക് ഉത്തരമില്ല. നാടിനെ വിഭജിച്ച് പടുത്തുയർത്തിയ വൻമതിലുകൾ പലയിടത്തും പൊളിഞ്ഞു. മണ്ണിടിച്ചിലും വിള്ളലുമെല്ലാം പലതവണ കണ്ടു. ഈ ആശങ്കകൾക്കൊന്നും ശാശ്വത പരിഹാരമായിട്ടില്ലെന്നിരിക്കെയാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ജനങ്ങൾക്ക് മേൽ ടോൾ അടിച്ചേൽപ്പിക്കുന്നത്. പണം വാങ്ങാനുള്ള ആവേശം ജനങ്ങൾക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ദേശീയപാത 544-ലെ പാലിയേക്കര ടോൾ. ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പ്രതിദിനം 52 മുതൽ 60 ലക്ഷം രൂപ വരെ ടോൾ വരുമാനം ലഭിക്കുന്നുണ്ട്. പണം പിരിക്കാനുള്ള തിരക്കിനിടെ റോഡ് നവീകരണത്തിലെ ഉത്തരവാദിത്തം കമ്പനി മറന്നു. ഘട്ടം ഘട്ടമായാകണം അടിപ്പാതയുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണം നടത്തേണ്ടതെന്ന പ്രാഥമിക ധാരണ പോലും ദേശീയപാത അതോറിറ്റി പാലിച്ചില്ല. ഉത്തരവാദിത്തമില്ലായ്മയുടെ ഇരകളായി റോഡിൽ നഷ്ടപ്പെട്ട സമയത്തിന് പണം അങ്ങോട്ട് നൽകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാലും തെറ്റു പറയാനാകില്ല. ആമ്പല്ലൂർ, മുരിങ്ങൂർ ഭാഗങ്ങളിലെ ഗതാഗത തടസ്സത്തെ തുടർന്ന് ഇടപെട്ട കോടതി 71 ദിവസമാണ് ടോൾ വിലക്കിയത്. എന്നിട്ടും പഠിച്ചില്ല അധികൃതർ. ഗതാഗത തടസ്സം പല ദിവസങ്ങളിലും ആവർത്തിക്കുന്നു. പണം പിരിക്കുന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് ആരാണ്? പൊതുജനങ്ങളുടെ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് വാരണോ സർ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.